ഹായ് ഹലോ വെൽക്കം ടു കെ എസ് മെൻറ്റർ. അപ്പോൾ കെ എസ് മെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് ആയിട്ടാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്താ? ഫാക്ട് മാസ്റ്റർ. നിങ്ങളിൽ പലർക്കും ഫാക്റ്റുകൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇപ്പം ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ഫാക്റ്റുകൾ പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ പഠിക്കും? ഇതിനൊക്കെ ഷോർട്ട് കട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ കോഡ് ഉണ്ടോ മിസ്സേ? എന്തെങ്കിലും കഥ പറഞ്ഞു തരാനുണ്ടോ എന്നൊക്കെ പല ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പം ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ മാത്രമല്ല, ഇപ്പം കേരള ജോഗ്രഫി എടുക്കുന്ന സമയത്തും നമ്മുടെ ഹിസ്റ്ററിയുടെ പാർട്ട് വരുന്ന സമയത്തും ഒക്കെ കുറേ വർഷങ്ങൾ കാണാതെ പഠിക്കാനുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കാനുണ്ടാവും. അപ്പോൾ പല കുട്ടികളും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നറിഞ്ഞിട്ട് പോലും പഠിക്കാതെ വിടും. അപ്പോൾ അതിനി വേണ്ട. ഫാക്ട് മാസ്റ്ററിലൂടെ കൂടുതൽ ഫാക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല, എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു റീസൺ ഒന്നെങ്കിൽ പറഞ്ഞുതരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് കോഡുകൾ പറഞ്ഞുതരും, അല്ലെങ്കിൽ അതിൻ്റെ കഥകൾ പറഞ്ഞുതരും. എങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് കൂടുതൽ ഫാക്റ്റുകൾ ചുമ്മാ കുറേ ഫാക്റ്റുകൾ എടുത്തിട്ടല്ല നമ്മൾ വരുന്നത്. നമ്മൾ PYQ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ സെഷൻ കഴിയുന്ന സമയത്തും നിങ്ങളിലേക്ക് PYQs തരും. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഉത്തരമായിട്ട് ഇടുകയും വേണം കേട്ടോ. അപ്പം PYQ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നടത്തിയ അനാലിസിസ് ഉപയോഗിച്ച് കൂടുതൽ ഫാക്റ്റുകൾ നിങ്ങളിലേക്ക്, അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമ്മൾ ചെയ്തു തരും. അപ്പോൾ എന്താണ് ഫാക്ട് മാസ്റ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഡിഗ്രി മെയിൻസിൻ്റെ പുതിയ ബാച്ചുകൾ KS മെന്ററിൽ എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ 19-ാം തീയതി തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. ബാച്ചസ് ഓണാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ ആ ഒരു റിസൾട്ട് കഴിഞ്ഞാൽ ഒരു 1-2 മാസം പോലും കിട്ടുന്നില്ല അല്ലേ? നമ്മൾ കലണ്ടർ വന്നപ്പോൾ നോക്കിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെ മെയിൻസിലെ സബ്ജക്റ്റുകൾ ഇപ്പോൾ തന്നെ പരിചിതമാകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? നമുക്ക് അപരനാമങ്ങൾ അഥവാ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് സാഹിത്യത്തിന്റെ ഭാഗത്ത് കുറച്ച് മാർക്കുകൾ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, കാണാതെ പഠിക്കാൻ മേല എന്നുള്ളതുകൊണ്ട് വിടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഓരോരോ ടൈറ്റിലുകൾ നോക്കി നോക്കി പഠിക്കാം. കോഡുകൾ പറഞ്ഞു തരാം. അതുമാത്രമല്ല എന്തുകൊണ്ടാണ് എന്നുള്ള ആ ഒരു റീസണും കൂടി പറഞ്ഞുതരാം. ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വ്യക്തി ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരെന്നാണ്. ആരാ? എഴുത്തച്ഛൻ. അപ്പൊ എപ്പോഴും ചോദ്യം വരുന്ന എന്തെന്നറിയോ? തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട ആ ഒരു ജന്മസ്ഥലമാണ് തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്നത്. അപ്പൊ തുഞ്ചൻ പറമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്ത് തിരൂരാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. മലപ്പുറത്ത് തിരൂറാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇത് PYQ ആണ്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കൾച്ചറിന്റെ ഭാഗത്തും വേണേലും ചോദിക്കാം, ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് വേണേലും ചോദിക്കാം. അപ്പം മലപ്പുറത്ത് തിരൂറാണ് നമ്മുടെ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആര് എന്നുള്ള രീതിയിൽ ഇപ്പം 10th 12th എക്സാം എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കുത്തിക്കോണം. ആരാണ്? നമ്മുടെ സ്വന്തം എഴുത്തച്ഛനാണ്. അടുത്തത് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വിജ്ഞാന ശാകുന്തളം തന്നെ മലയാളത്തിലേക്ക് മാറ്റിയ വ്യക്തിയാ. ആരാ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആരാ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. വിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് മാറ്റി. അപ്പം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് ആര്? കേരള കാളിദാസൻ. അറിഞ്ഞറിഞ്ഞ് പഠിച്ചു പോവാ. അടുത്തത് കേരള സ്പെൻസർ ആണ്. എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആണ് ആര്? സ്പെൻസർ അല്ലെങ്കിൽ എഡ്മണ്ട് സ്പെൻസർ. ആ എഡ്മണ്ട് സ്പെൻസറുമായിട്ടാണ് ആരെ റിലേറ്റ് ചെയ്യുന്നത്? നിരണം രാമപ്പണിക്കർ. നിങ്ങൾ നിരണം കവികൾ എന്ന് കേട്ടിട്ടുണ്ടാവും. പാട്ടുപ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഷയുടെ ഉൽപ്പത്തി പറയുന്ന സമയത്ത്, അല്ലെ മലയാളത്തിന്റെ ആ ഒരു പ്രസ്ഥാനങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ നിരണം കവികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? അവർ തിരുവല്ലയിലൊക്കെ ആയിട്ടാണ് താമസിച്ചിരുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പാട്ടുപ്രസ്ഥാനത്തിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ആൾക്കാരാണ് നിരണം രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ എന്ന് പറയുന്നത്. ഇതിൽ സഹോദരന്മാരുണ്ട്. അത് മാത്രമല്ല രാമപ്പണിക്കർ ആണ് കേരള സ്പെൻസർ എന്ന് പറയപ്പെടുന്നത്. അടുത്തത് കേരള പാണിനിയാണ് അല്ലെ? കേരള പാണിനീയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ഗ്രാമർ ബുക്കാണ് കേട്ടോ.
കേരള പാണിനിയം ആരാടാ എഴുതിയിട്ടുള്ളത്? AR രാജരാജവർമ്മ. രാജരാജവർമ്മയാണ് ഗ്രാമർ ബുക്ക് എഴുതിയിട്ടുള്ളത്, അഥവാ കേരള പാണിനിയം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് AR രാജരാജവർമ്മയാണ് എന്ത് വിളിക്കുന്നത്? കേരള പാണിനി എന്നുള്ളത്. അപ്പൊ നമ്മൾ കേരള കാളിദാസൻ പറഞ്ഞു, കേരള സ്പെൻസർ പറഞ്ഞു, കേരള പാണിനി പറഞ്ഞു. അടുത്തത് കേരള തുളസീദാസനാണ്. എങ്ങനെ ഓർത്തു വെക്കും? തുളസീദാസനാണ്, ഗോപാലനാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. തുളസീദാസൻ, അപ്പൊ എന്തോ ഒരു കൃഷ്ണനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ കേരള തുളസീദാസൻ എന്ന് പറയുന്നത് ആരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. തുളസീദാസൻ ഗോപാലക്കുറുപ്പ്, ഗോപാലൻ എന്ന് ഓർത്തു വെച്ച് ആ ഒരു കോഡ് വെച്ച് വേണം ഇത് പഠിക്കാൻ. പലതവണ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കേരള വ്യാസനാണ്. എന്തുകൊണ്ട് ആ വ്യാസൻ? മഹാഭാരതം എഴുതിയിട്ടുള്ളത് ആരാ? ഈ മഹാഭാരതം എന്താ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി, ഇത് PYQ ആണ്, ഡിഗ്രി തലത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആരാ? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പൊ തമ്പുരാന്മാരെയൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെടുന്നുണ്ടല്ലോ, രാജരാജവർമ്മ. അപ്പം കുറച്ച് എന്താ പറയാ, നമ്മുടെ ഒരു കൊട്ടാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ ഭാഷയുമായി നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ രാജാക്കന്മാരുടെ ഒരു ടച്ച് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാ? മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണെന്നുള്ളത് ഓർത്തു വെക്കണം. മലയാള ഭാഷയിലേക്കാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ കാളിദാസനായി, സ്പെൻസറായി, പാണിനിയായി, പിന്നെ തുളസീദാസനായി, കേരള വ്യാസനായി. അടുത്തത് പഠിച്ചു പോവാം. അടുത്തത് നിളയുടെ കവി. നിളയുടെ കവിയുമുണ്ട്, കഥാകാരനുമുണ്ട്. നിളയുടെ കവി ആരാ? P. കുഞ്ഞിരാമൻ നായരാണ്, തെറ്റിപ്പോവരുത്. ഇനി കഥാകാരൻ ആരാടാ? കഥാകാരൻ എന്ന് ചോദിച്ചാൽ അതാരാ? നമ്മുടെ സ്വന്തം MT ആണ്. അപ്പൊ എല്ലാവർക്കും MTയുടെ കാര്യം അറിയാം. പക്ഷെ നിളയുടെ കവി ആരെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു കുട്ടിയാണ്, ഇപ്പൊ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോണം, P. കുഞ്ഞിരാമൻ നായരാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. നിളയുടെ കവി P. കുഞ്ഞിരാമൻ നായരും നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MTയുമാണ്. അടുത്തത് കേരള ചോസർ ആണ്. ആരാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്? ചീരാമൻ. നമ്മൾ മുന്നേ നിരണം കവികളുടെ കാര്യം പറഞ്ഞില്ലേ? പാട്ടുപ്രസ്ഥാനം എന്ന നമ്മുടെ മലയാള ഭാഷ എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യമേ പഠിക്കുന്നത് പാട്ടുപ്രസ്ഥാനത്തിനെ കുറിച്ചാണ് കേട്ടോ. എന്താ പാട്ടുപ്രസ്ഥാനം എന്ന് വെച്ചാൽ ആദ്യമേ ഉണ്ടായ മലയാള ഭാഷ ഒരു തമിഴുമായി ലയിച്ചിരുന്നതാണെന്നും കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള രചനകളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന പേരാണ് എന്ത്? ചീരാമൻ. സത്യം പറഞ്ഞാൽ ശ്രീരാമൻ എന്നാണ് വരേണ്ടത്. ശ്രീ എന്ന് പറയുന്ന സംസ്കൃത ഭാഷയാണ്. പാട്ട് പ്രസ്ഥാനം കഴിഞ്ഞിട്ടാണ് എന്താ ഈ മണിപ്രവാളം എന്നൊക്കെ പറയുന്ന സംസ്കൃത ഭാഷയുമായിട്ട് മലയാളം ലിങ്ക് ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പം അതിനു മുന്നേ ഉള്ളത് കൊണ്ടാണ് ചീരാമൻ എന്ന് പറയപ്പെടുന്നത്. ചീരാമൻ എഴുതിയിട്ടുള്ള പുസ്തകം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അത് രാമചരിതമാണ് കേട്ടോ. രാമചരിതമാണ് ചീരാമൻ എഴുതിയിട്ടുള്ള പുസ്തകം. അത് നോക്കി വെച്ചേക്കണേ. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമൻ, പാട്ട് പ്രസ്ഥാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ചീരാമൻ എഴുതിയിട്ടുള്ള പുസ്തകം എന്താടാ? രാമചരിതമാണ്. രാമചരിതം. അപ്പോൾ നമ്മള് പാട്ടുപ്രസ്ഥാനത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ പാട്ടുപ്രസ്ഥാനം പറഞ്ഞ സമയത്ത് മുന്നത്തെ സ്ലൈഡിലാണെങ്കിൽ ഞാൻ ആരെ കുറിച്ച് പറഞ്ഞു? നിരണം കവികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചീരാമനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇതേപോലെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് കോവളം കവികൾ. കോവളം കവികൾ എന്നുള്ളത് ഓർത്തു വെക്കണം. കോവളം കവികളിൽ 2 പേരാണുള്ളത്, അയ്യപ്പിള്ള ആശാനും അയ്യനിപ്പിള്ള ആശാനും. ഇതിൽ അയ്യപ്പിള്ള ആശാനെ കേരള ഹോമർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? കേരള ഹോമർ എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം. ഇതിൽ അയ്യപ്പിള്ള ആശാൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് രാമകഥപ്പാട്ട് കേട്ടോ. രാമകഥപ്പാട്ട് എന്താ? രാമനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ്. രാമകഥ പാട്ടാണ് പാട്ടുപ്രസ്ഥാനം. ഓക്കെ, രാമകഥപ്പാട്ടാണ് അയ്യപ്പിള്ള ആശാൻ എഴുതിയിട്ടുള്ളത്. അയ്യനിപ്പിള്ള എഴുതിയിട്ടുള്ളത് ഭരതം പാട്ടാണ്. ഓക്കെ, അപ്പൊ രാമകഥപ്പാട്ട്, ഭാരതപ്പാട്ട്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നമ്മൾ അയ്യപ്പിള്ള ആശാനെ കുറിച്ചും പറഞ്ഞു, അയ്യനിപ്പിള്ളയും കുറിച്ച് പറഞ്ഞു, രാമകഥപ്പാട്ടും ഭാരതപ്പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് എന്ന് പറയുന്നത് കേരള സൂർദാസ് ആണ്. പൂന്താനമാണ് കേട്ടോ. കേരള സൂർദാസ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാവും? ഭക്തകവിയാണ് അല്ലെ, നമ്മുടെ സ്വന്തം പൂന്താനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് വെക്കണം. കേരള സൂർദാസ് എന്ന് പറയുന്നത് പൂന്താനമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം.
അങ്ങോട്ട് പോകുന്ന സമയത്ത് കേരള ജോൺ ഗുന്ദർ എന്ന് എന്തുകൊണ്ടാവും പറയാ? ജോൺ ഗുന്ദർ വളരെയധികം ട്രാവലോഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കുറെ യാത്രാ വിവരണങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. നമ്മുടെ സ്വന്തം SK പൊറ്റക്കാട്, ജ്ഞാനപീഠം നേടിയ മലയാളികളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നല്ലേ. അപ്പൊ SK പൊറ്റക്കാടിന്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പിന്നെ ക്ലിയോപാട്രയുടെ നാട്ടിൽ, ഇങ്ങനെ കുറെ നാടും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്താ പറയുന്നത്, കേരള ജോൺ ഗുന്ദർ എന്ന് പറയുന്നത്. അടുത്തത് മാതൃത്വത്തിന്റെ കവി എന്നുള്ളതാണ്. അതാരാണ്? ബാലാമണി അമ്മയാണ് കേട്ടോ. ബാലാമണി അമ്മയാണ് മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത്. അടുത്തത് കേരള മോപ്പസംഗ് എന്നുള്ളതാണ്. PSC ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സ്വന്തം തകഴിയാണ്. ജ്ഞാനപീഠം നേടിയ വേറൊരു മലയാളത്തിന്റെ അഭിമാനമാണ് ആരെ? തകഴി എന്നുള്ളത് ഓർത്തു വെക്കുക. തകഴിയുടെയും ഇപ്പൊ നിങ്ങൾ പുസ്തകങ്ങൾ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് അറിയാം. ഇപ്പം തോട്ടിയുടെ മകൻ, അല്ലെങ്കിൽ കയർ, അല്ലെങ്കിൽ എന്താ ദരിദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ നോക്കുമ്പം സാധാ ജനങ്ങളുടെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ദുരിതങ്ങൾ, അല്ലെങ്കിൽ പട്ടിണിയും ആ ഒരു ജീവിതമാണ് അല്ലെ, സാധാരണക്കാരുടെ ജീവിതമാണ് തകഴി എഴുതുക. അതുകൊണ്ടാണ് കേരള മോപ്പസാങ്. അപ്പൊ മോപ്പസാങ് എന്ന് പറയുന്ന വ്യക്തിയും ഇങ്ങനെ തന്നെ എഴുതുന്നതാണ്. സാധാരണക്കാരുടെ ജീവിതം വളരെ പച്ചയായിട്ട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് മോപ്പസാങ്. അതേപോലെ കേരളത്തിലുള്ള വ്യക്തിയാണ് ആര്? തകഴി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത് കേരള പുഷ്കിൻ ആണ്. റഷ്യൻ പോയറ്റ് ആണ് പുഷ്കിൻ എന്ന് പറയുന്നത്. അപ്പം ONV കുറുപ്പിനെയാണ് എന്താണ് കേരള പുഷ്കിൻ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് റഷ്യൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പുഷ്കിന്റെ റൈറ്റിങ്ങുമായിട്ടൊക്കെ നമുക്ക് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള റൈറ്റിംഗ് ആണ് ONVയുടെ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 വ്യക്തികളാണ് വള്ളത്തോൾ നാരായണ മേനോനും MT. വള്ളത്തോൾ നാരായണ മേനോനെ കേരള വാൽമീകി എന്ന് വിളിക്കുന്നുണ്ട്. ശബ്ദസുന്ദരൻ പല തവണ PYQ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് എന്താ? കേരള ടാഗോർ. എന്തുകൊണ്ടാവും കേരള ടാഗോർ? ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണോ ശാന്തി നികേതൻ, അതേപോലെ തന്നെയാണ് ഇവിടെ വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ കേരള വാൽമീകി, ശബ്ദസുന്ദരൻ, കേരള ടാഗോർ എന്നൊക്കെ പറയപ്പെടുന്ന ആരാ? വള്ളത്തോൾ നാരായണ മേനോനെയാണ്. അടുത്തത് നമ്മുടെ സ്വന്തം MT. എപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന വ്യക്തി, കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ അല്ലെ, നിളയുടെ കവി നമ്മൾ അവിടെ പറഞ്ഞു, നിളയുടെ കഥാകാരൻ, തകരുന്ന തറവാടുകളുടെ ഘാതികൻ അല്ലെ. എല്ലാം ഒരു തറവാടാണ് അല്ലെ. എല്ലാം ഏതൊരു കഥ എടുക്കുന്ന സമയത്തും നമുക്ക് ഇപ്പൊ 4 കെട്ട് ഏതെടുത്തോട്ടെ അതിനകത്ത് എല്ലാം ഒരു തറവാട് ഉണ്ടാവും. ആ തറവാടുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ കഥകളെല്ലാം. ഓക്കെ, അപ്പൊ വള്ളത്തോൾ നാരായണ മേനോനായി, MT ആയി. അപ്പൊ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞു പോട്ടെ. എന്നിട്ട് ഞാൻ 2 PYQs ആഡ് ചെയ്തിട്ടുണ്ട്. 2ന്റെ ഉത്തരം എനിക്ക് കമന്റ് ബോക്സിൽ കാണാം. അപ്പം ഒന്നും കൂടി ഞാൻ പറയുവാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരാടാ? എഴുത്തച്ഛൻ തുഞ്ചൻ പറമ്പ്, തിരൂര്, മലപ്പുറം. PYQ ചോദിച്ചിട്ടുണ്ട്. കേരള കാളിദാസൻ ആരാ? കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ. കേരള സ്പെൻസർ, നിരണം കവികളിൽ നിരണം രാമപ്പണിക്കരാണ്. കേരള പാണിനി ആരാ? AR രാജരാജവർമ്മ. കേരള തുളസീദാസൻ ഗോപാലക്കുറുപ്പ്. കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. PYQ ആണ്. നിളയുടെ കവി P കുഞ്ഞുരാമൻ നായർ. നിളയുടെ കഥാകാരൻ MT. ചോസർ ആരാന്ന് ചോദിച്ചാൽ അത് C രാമനാണ്. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ, സഹോദരനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യനിപ്പിള്ള ആശാൻ. പിന്നെ കേരള സൂർദാസ് പൂന്താനം. കേരള ജോൺ ഗുന്ദർ SK പൊറ്റക്കാട്. മാതൃത്വത്തിന്റെ കവി ആരാ? ബാലാമണി അമ്മ. ചിലപ്പോൾ ഓപ്ഷനിൽ സുഗതകുമാരി അമ്മയൊക്കെ ഉണ്ടാവും, ബാലാമണി അമ്മയാണ്. കേരള മൊപ്പസംഗ്, സാധാരണക്കാരുടെ ജീവിതം എഴുതിയിട്ടുള്ള വ്യക്തി ആര്? തകഴി. കേരള പുഷ്കിൻ ONV കുറുപ്പ്. വള്ളത്തോൾ നാരായണ മേനോനും MTക്കും കുറെ അധികം വിളിപ്പേരുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം എഴുതിയിട്ടുണ്ട്. PYQ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് കേരള മൊപ്പസന്റ്? O ചന്തു മേനോൻ, G ശങ്കരക്കുറുപ്പ്, MT വാസുദേവൻ നായർ, തകഴി ശിവശങ്കര പിള്ളൈ. കമന്റ് ചെയ്തേക്കണേ, ഉത്തരം കമന്റ് ചെയ്തിരിക്കണം. അടുത്തത്, ഹു ഈസ് നോൺ ആസ് കേരള വ്യാസൻ? കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാ? ONV, എഴുത്തച്ഛൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, രവിവർമ്മ. ആരാന്നുള്ളത് കമന്റ് ചെയ്തേക്കാം. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നോട്ടെ. 2026 നിങ്ങളുടെ ഗോൾ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ അത് 10-12 ലെവലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, LGS, ബെക്കോ, LDC, യൂണിവേഴ്സിറ്റി LGS എന്നൊക്കെ പറയുന്ന 4 കോഴ്സുകൾ 10-12 ലെവലിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയാട്ടോ, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുക. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ മെയിൻസിന്റെ ബാച്ചും റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രി തലം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ എന്തായാലും ജോയിൻ ചെയ്യുക, KS മെന്ററിന്റെ ഭാഗമാവുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.